നമുക്ക് ഹൈവേമ്മ കയറി ഓടണമെന്ന് യാതൊരു ഇത് ആവശ്യമില്ല. ഇരുചക്ര വാഹനങ്ങൾ ആ റോട്ടുമ്മ കയറി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആക്സിഡന്റ് എന്തായാലും ഉറപ്പാണ്. ഒരു വലിയൊരു വണ്ടി നമ്മളെ പാസ് ചെയ്ത് കഴിഞ്ഞാല് നമ്മളിങ്ങനെ ആടി കളിക്കും. നമുക്ക് ഏറ്റവും നല്ല സർവീസ് റോഡ് ഫ്രീ ആയി കിട്ടിയാൽ ഞങ്ങൾക്ക് അത്രയും ഇന്ധന ലാഭം മെയിൻ്റെനൻസ് ലാഭം ഒക്കെ കുറയും. ഡ്രൈവർമാരുടെ ബാക്കൊന്നും നോക്കൂല, സൈഡ് ഗ്ലാസ് നോക്കൂല, വെട്ടിച്ച് കയറും. അപ്പൊ മറ്റുള്ള വണ്ടിക്കാർക്ക് തടസ്സമാവും. മറ്റു ഡ്രൈവർമാരുണ്ട്, ഫാൻസി വണ്ടിക്കാരൊക്കെ ഉണ്ട്. പക്ഷെ ഓട്ടോറിക്ഷക്കാർ ചെയ്യുന്നതാണ് തെറ്റാണ് എല്ലാവരും കാണുക. പുതിയ ദേശീയപാത വന്നതോട് കൂടിയിട്ട് നമുക്ക് പല സ്ഥലങ്ങളിലും പെട്ടെന്ന് എത്തിപ്പെടാൻ സാധിക്കുന്നുണ്ട് അല്ലേ? എന്നാൽ കഴിഞ്ഞ ദിവസം വന്നിട്ടുള്ള ഈ ഒരു ന്യൂസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ അല്ലേ? അപ്പൊ ഇതിനെ കുറിച്ച് നാട്ടുകാരുടെ പ്രതികരണം എന്താന്നുള്ളത് നമുക്കൊന്ന് നോക്കിയാലോ. അതിനെ കുറിച്ച് പറയണത് നല്ലൊരു കാര്യമാണ്. അപ്പൊ അതിനോട് യോജിക്കുന്നില്ല. നമ്മൾക്കും പോണ്ടേ അതിൽ കൂടെ. അപ്പൊ അതുകൊണ്ടായിരിക്കും ആക്സിഡന്റ് കൂടുന്നുള്ളൊരു ഇതുകൊണ്ടായിരിക്കും. ഇരുചക്ര വാഹനങ്ങളും മൂവർണ്ണ ചക്ര വാഹനങ്ങളും നാഷണൽ ഹൈവേയിൽ പെർമിഷൻ കൊടുക്കരുത് എന്നാണ് എന്റെ അഭിപ്രായം. സർവീസ് റോഡിലൂടെ ആയിരിക്കും മിക്കവാറും ബസ്സുകൾ യാത്ര സർവീസ് നടത്തുക. സർവീസ് റോഡിലൂടെയാണ് ബസ് സ്റ്റോപ്പുകളും കാര്യങ്ങളൊക്കെ വരുന്നത്. ഒരിക്കലും നാഷണൽ ഹൈവേയിൽ ബസ് സ്റ്റോപ്പിൽ വരില്ല. അപകടം വരുത്തിവെക്കുന്നുള്ളത് കൊണ്ടാവും. ഇവിടെ തന്നെ തട്ടിയാല് മറ്റേതിന്റെ പരസ്യം പറഞ്ഞ മായ ഒരു പൊടി ഉണ്ടാവില്ല കണ്ടുപിടിക്കാൻ. തട്ടിക്കഴിഞ്ഞ പോയില്ലേ. സൈഡിൽ കൂടി റോഡായാലും കുഴപ്പമില്ല, റോഡ് ഇല്ലെങ്കിലാണ് പ്രശ്നം. സർവീസ് റോഡ് ബാനോ. അപകടം കുറയും നല്ലതാണെന്നാണ് അഭിപ്രായം. ബൈക്കിലാണല്ലോ കൂടുതൽ അപകടം ഉണ്ടാവുന്നത്. ഇല്ലാതിരിക്കുന്ന നല്ല അപകടങ്ങൾ കുറഞ്ഞു കിട്ടുന്നതാണ് സാധ്യത. ഏറ്റവും നല്ല കാര്യം തന്നെയാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ആക്സിഡന്റ് കൂടുതലായിരിക്കും. പലരുടെ അഭിപ്രായങ്ങൾ നമ്മൾ കേട്ടില്ലേ. നിങ്ങളുടെ അഭിപ്രായം എന്താന്നുള്ളത് താഴെ കമന്റ് ആക്കണേ.